ഹലോ ഫ്രണ്ട്സ്, അച്ചൂസ് ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യുന്ന വീഡിയോ ശീഘ്രസ്ഖലനം എന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ അതിനു മുമ്പ് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സോണിയ. നിങ്ങളെപ്പോലെ തന്നെ ഈ ബയോട്ടോറിയത്തിൻ്റെ മാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിച്ച് റിസൾട്ട് എടുത്ത ഒരു വ്യക്തി മാത്രമാണ് ഞാൻ കമ്പനിയുടെ സ്റ്റാഫോ അല്ലെങ്കിൽ കമ്പനി സാലറി തന്നിട്ട് ഇരുത്തിയിരിക്കുന്ന ആളൊന്നുമല്ല. നമ്മുടെ മുൻ വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ വീഡിയോയും ചെയ്തിരിക്കുന്നത്. ഈ ഒരു കാര്യം ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്, ഈ ഒരു വീഡിയോ മാത്രം വന്ന് കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഗുണവും കിട്ടിയെന്ന് വരില്ല. എന്താണ് ഈ ബയോട്ടോറിയത്തിന്റെ മാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ, എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ആരൊക്കെ ഉപയോഗിക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും അറിയേണ്ടതുണ്ട്. നമ്മളൊരു സാധനം വാങ്ങിക്കും മുമ്പേ അത് നമുക്ക് പറ്റുമോ എന്ന് നമ്മൾ അറിയണം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുൻ വീഡിയോയിൽ ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അച്ചൂസ് ക്രിയേഷൻ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ നിങ്ങൾ അതിൽ നിന്ന് കാണുക. അപ്പം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ബയോട്ടോറിയം മാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ ഒരു മരുന്നല്ല എന്നതാണ്. ഇതൊരു മാഗ്നറ്റിക് തെറാപ്പിയാണ്. അതായത് ജീവിതശൈലി രോഗങ്ങൾക്കോ മറ്റു രോഗങ്ങൾക്കോ ഉപയോഗിക്കാവുന്ന ഒരു മരുന്ന് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒന്നുമല്ല ഇത്. അത് നമ്മൾ ഓർമ്മയിൽ വെക്കണം. ഒരു രോഗവും മാറുമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു മരുന്നുമല്ല ഈ പ്രൊഡക്റ്റുകൾ. അപ്പോൾ ഈ പ്രൊഡക്റ്റുകൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്, ഇതെല്ലാം നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ ഈ കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്ത് ആയിട്ട് പോകും. അപ്പോൾ അതെല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ടാണ് മുൻ വീഡിയോയിലുണ്ടെന്നുള്ള കാര്യം ഇങ്ങനെ പറയുന്നത്. ഈ ബയോട്ടോറിയത്തിന്റെ മാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുന്നതിൽ ആരും പേടിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല. തികച്ചും ബാഹ്യമായിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത്. അതായത് എക്കോ ഫ്രണ്ട്ലി ആയ നോൺ ടോക്സിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റിൻ്റെ ഉള്ളിൽ നിയോഡീമിയം എന്ന മാഗ്നറ്റാണ് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രൊഡക്റ്റുകളെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ മുൻ വീഡിയോ വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. അതായത് ശീഘ്രസ്ഖലനം, അതാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ്. ഈ ഒരു അവസ്ഥ കൊണ്ട്, അതായത് ഒരു 30 മുതൽ 40% പുരുഷന്മാരും വളരെയധികം വിഷമം അനുഭവിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, ശീഘ്രസ്ഖലനം എന്ന് പറയുന്നത് ഒരു രോഗമല്ല, അല്ലെങ്കിൽ ലൈംഗിക ശേഷിക്കുറവുമല്ല. അപ്പൊ എന്താണ് ശീഘ്രസ്ഖലനം? ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പെട്ടെന്ന് സ്ഖലനം സംഭവിക്കുന്ന ഒരവസ്ഥ അല്ലേ? അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന, വിഷാദം അനുഭവിക്കുന്ന, അല്ലെങ്കിൽ കുടുംബജീവിതത്തിലൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ഇത് വളരെ കുഞ്ഞൊരു പ്രശ്നം, പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ അത് വലിയ പ്രശ്നമായി മാറുന്ന ഒരു അവസ്ഥയായി മാറുകയാണ്. ഞാൻ എന്താണ് കുഞ്ഞു പ്രശ്നം എന്ന് പറഞ്ഞതെന്ന് അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? കാരണം എന്താന്ന് വെച്ചാൽ, വളരെ ചെറിയ, നമുക്ക് തീർത്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇതിനുള്ളൂ. പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെയാണ് നമ്മൾ ഈ ഒരു ഭാരം അല്ലെങ്കിൽ ഈ ഒരു ടെൻഷനും അനുഭവിച്ച് നടക്കുന്നത്. നിരവധി ആൾക്കാരുടെ കോളുകൾ വരാറുണ്ട്. പലരും ചോദിക്കാൻ വേണ്ടിയിട്ട് പേടിക്കുന്നുണ്ട്, പലർക്കും പറയാൻ മടിയുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതായത് നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്തതിൻ്റെ ശേഷവും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കാവുന്നതുമാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബയോട്ടോറിയം എന്താണെന്നും എങ്ങനെ ഉപയോഗിക്കണമെന്നും അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നും നമ്മൾ അതിനു മുമ്പ് ഒന്ന് മനസ്സിലാക്കി വെക്കുകയും വേണം. അപ്പോൾ നമുക്ക് ഈ ഒരു ശീഘ്രസ്ഖലനം സംഭവിക്കുന്നത് കൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, എന്ത് രോഗമാണ് നമുക്കുള്ളതെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് അതിന്റെ കാരണം കണ്ടുപിടിക്കുക എന്നത്. കാരണങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കിയാൽ ഏതൊരവസ്ഥയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു ശീഘ്രസ്ഖലനത്തിന് കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്. അതിലെ പ്രധാനമായിട്ട് നിൽക്കുന്നതാണ് വെപ്രാളം, ഭയം,
പേടി, മൂത്രാശയ രോഗങ്ങള്, ഹോർമോണിന്റെ എന്താ പറയുക ഒരു ഇംബാലൻസ്, പിന്നെ അതായത് ഹോർമോൺ പ്രശ്നങ്ങൾ, പിന്നെ അതേപോലെ തന്നെ ഈ അരക്കെട്ടിലെ നാഡീവ്യൂഹങ്ങളുടെ ഒരു ബലക്കുറവ്, അതേപോലെ തന്നെ പുകവലി, സ്ട്രെസ്, ഇങ്ങനെയുള്ളതെല്ലാം, അതായത് ചില ആൾക്കാരിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഓർഗൻ ആയിരിക്കും, അങ്ങനെയുള്ള എല്ലാം നമുക്കിതിന് കാരണമായിട്ട് വരുന്നുണ്ട്. ഇത് കൂടാതെയും കാരണങ്ങളുണ്ട്. ഞാൻ കുറച്ച് കാരണങ്ങൾ ഇപ്പോൾ പ്രധാനമായിട്ട് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളെ ഞാൻ എടുത്തു പറഞ്ഞതാണ്. ഈ കാരണങ്ങൾ കൊണ്ടാണോ നമുക്ക് ഇങ്ങനെ ഒരു ശീഘ്രസ്ഖലനം സംഭവിക്കുന്നത് എന്നത് നമ്മളൊന്ന് മനസ്സിലാക്കിയെടുക്കുക. നമ്മൾ ഈ പറഞ്ഞ കാരണങ്ങളാണെങ്കിൽ അതിന് പരിഹാരം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പേടിയും ഭയവും വെപ്രാളവും ഒക്കെ നമ്മളൊന്ന് വിചാരിച്ചാൽ മാറ്റാവുന്നതല്ലേ ഉള്ളൂ. അതായത് ഇപ്പോൾ പെട്ടെന്ന് വിവാഹം കഴിഞ്ഞ ആൾക്കാരിലെല്ലാം ശീഘ്രസ്ഖലനം സംഭവിക്കുന്ന ആ ഒരു വെപ്രാളം കൊണ്ടോ ഒരു ഭയം കൊണ്ടോ ഒക്കെ ആയിരിക്കും. അതല്ല, കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള മൂത്രാശയ രോഗങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഹോർമോണിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അരക്കെട്ടിലെ പിന്നെ പേശികളുടെ എന്തെങ്കിലും ബലക്കുറവുകളുണ്ടോ, പിന്നെ സ്ട്രെസ് എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടോ, പുകവലി നമുക്കൊരു ശീലമായിട്ട് പോകുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാരണങ്ങളാണോ എന്നത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ഇപ്പൊ പുകവലി ആണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് കുറച്ച് കൊണ്ടുവരികയോ ചെയ്യാം. ഇനി അതല്ല, ഹോർമോണിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അരക്കെട്ടിലെ പേശികളുടെ എന്തെങ്കിലും ബലക്കുറവോ പിന്നെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ മാത്രം നമ്മളൊന്ന് ഡോക്ടറെ പോയിട്ട് കാണുക. അതായത് ഡോക്ടറെ കണ്ടാലും എന്താണ്, നമ്മളൊരു കാരണം കണ്ടുപിടിക്കുക. ഇന്ന കാരണം കൊണ്ടാണെന്നുള്ളത് കണ്ടുപിടിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു രോഗമല്ല. അപ്പൊ നമ്മളിലുള്ള എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നത് നമ്മളൊന്ന് കണ്ടുപിടിച്ചാൽ മതി. ഞാനിപ്പോ കുറച്ച് കാരണങ്ങളൊക്കെ പറഞ്ഞു, കുറച്ച് എക്സ്പ്ലനേഷൻ ഒക്കെ തന്നു, പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്താണ് സീരിയസ് ആയിട്ടുള്ളത്? ഒന്നുമില്ല. പക്ഷെ ഇതൊരു വലിയ പ്രശ്നമായിട്ടാണ് എല്ലാവരും കൊണ്ട് നടക്കുന്നത്. വിഷമം അനുഭവിക്കുന്നവരില്ലേ, ദുഃഖിക്കുന്നവരില്ലേ, അതിന്റെ പേരിൽ സ്ട്രെസ് അനുഭവിച്ച് നടക്കുന്ന ആൾക്കാരില്ലേ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ പങ്കാളിനെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല എന്നത് ഒരു വലിയ കുറവായിട്ടാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ എന്താ പറയുക കണക്കാക്കുന്നതും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ. നമ്മുടെ പങ്കാളിയായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് ഹാപ്പി ആയിട്ട് സംസാരിക്കുക. അപ്പോഴും എന്താണ്, നമുക്കൊരു പരിധി വരെയും ആ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റും. പിന്നെ ചില ആൾക്കാരിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഓർഗൺ ആയിരിക്കും, അപ്പോൾ അവർക്ക് പെട്ടെന്ന് ശീഘ്രസ്ഖലനം സംഭവിക്കും. അതും നമ്മൾ എന്താ പറയുക, നമ്മുടെ പങ്കാളിയുമായിട്ട് നമ്മൾ സംസാരിച്ചും ഷെയർ ചെയ്തും പരസ്പരമുള്ള എന്താ പറയുക ഇടപെടലിലൂടെ എല്ലാം അതും നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാരണങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ വലിയൊരു ഇതായി പറയുന്ന ഈ പ്രശ്നത്തെ നിസാരമാക്കിയിട്ട് നമുക്ക് തീർത്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ബയോട്ടോറിയത്തിന്റെ മാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് നിരവധി ആൾക്കാർ ശീഘ്രസ്ഖലനത്തിന് റിസൾട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം എത്ര ആൾക്കാർക്ക് ഈ ഒരു കാര്യത്തിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. ഒത്തിരി ആൾക്കാർ ഈ ഒരു വിഷമം പറഞ്ഞ് വിളിക്കാറുമുണ്ട്, പ്രൊഡക്റ്റ് വാങ്ങിക്കാറുമുണ്ട്, ഉപയോഗിക്കാറുമുണ്ട്. ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അവരുടെ റിസൾട്ടുകൾ നമ്മളെ വിളിച്ച് പറയാറുമുണ്ട്. അതാണ് വലിയൊരു സന്തോഷം. അവർക്ക് കിട്ടുന്ന ആ ഒരു എന്താ പറയുക ഹാപ്പി നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ നല്ല പ്രൊഡക്റ്റാണ്, ഒത്തിരി മാറ്റമുണ്ടെന്ന് പറയുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡിന്റെ സർക്കുലേഷൻ ക്രമപ്പെടും. അപ്പം തന്നെ നമ്മുടെ ഓക്സിജൻ എല്ലാ ഇടങ്ങളിലേക്ക് എത്തും. അതേപോലെ തന്നെ നമ്മുടെ സെല്ലുകളെല്ലാം നല്ല ആക്റ്റീവ് ആകും. നമ്മുടെ ശരീരത്തിൽ നിന്ന് ടോക്സിക് ഒക്കെ പുറത്തു പോകും. അങ്ങനെയെല്ലാം സംഭവിക്കുമ്പോൾ നമുക്ക് എന്താവും, നമ്മുടെ ബോഡി നല്ല ആക്റ്റീവായിട്ട് നല്ല എനർജിയോട് കൂടിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഈ പറയുന്ന ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്ക് ഒഴിവാകാനും സാധിക്കും. നമുക്കൊരു 35 ഒക്കെ ഏജ് ആവുന്ന സമയത്ത് നമ്മുടെ ബ്ലഡിന്റെ കട്ടി കൂടി തുടങ്ങും. അത് സ്വാഭാവികമായ കാര്യമാണ്. ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ബ്ലഡിന്റെ കട്ടി കൂടുന്ന ഒരു അവസ്ഥയൊക്കെ കുറച്ചു കൊണ്ടുവരാനും ഈ പ്രൊഡക്റ്റ് നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഉപയോഗിക്കുന്നവർക്ക് അറിയാം അവർക്ക് എത്രത്തോളമാണ് റിസൾട്ട് എന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം എന്താന്ന് വെച്ചാൽ എന്നെ വിളിക്കുന്നുണ്ട്, എന്നെ വിളിച്ച് സങ്കടവും വിഷമവും ഒക്കെ ആയിട്ട് പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ
അവരവർക്ക് താല്പര്യമുണ്ടെങ്കിൽ, അവനവന് ഇഷ്ടമുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ വാങ്ങിച്ച് ഉപയോഗിച്ച് റിസൾട്ട് എടുക്കുക. യാതൊരുവിധ പേടിയോ അല്ലെങ്കിൽ പാർശ്വഫലങ്ങളോ ഉണ്ടാവുമോ എന്നുള്ള ഭയമോ സൈഡ് എഫക്റ്റിനെ പറ്റിയിട്ട് വല്ലാതെ പേടിക്കുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഒന്നുമുള്ള പ്രൊഡക്റ്റ് അല്ല ഇത്. അത് എന്താ പറയുക, നമ്മുടെ കമ്പനി നമ്മളെ പ്രൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇതിന് യാതൊരു സീറോ സൈഡ് എഫക്റ്റ് എന്നുള്ള കാര്യങ്ങൾ സയന്റിഫിക്കലി ഇവര് തെളിയിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നാളൊരു ദിവസം ഒരു വ്യക്തി വിളിച്ച് ചോദിച്ചു, എന്താണ് തെളിവ്, നിങ്ങൾ പറയുന്നതല്ലേ ഉള്ളൂ എന്ന്. നമ്മൾ ആരും ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ദോഷവും വന്നതായിട്ടില്ല. ഞാനൊക്കെ എത്രയോ നാളായിട്ട് ഞാനും എൻ്റെ ഫാമിലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി റിസൾട്ടുകൾ നമ്മളെല്ലാവരും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല എന്താ പറയുക, നല്ല ആരോഗ്യത്തോടെയും നല്ല ഉന്മേഷത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഈ പ്രൊഡക്റ്റ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ശീഘ്രസ്ഖലനം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരൊക്കെ താല്പര്യമുണ്ടെങ്കിൽ മാത്രം പ്രൊഡക്റ്റ് വാങ്ങി ഒന്ന് ഉപയോഗിച്ച് നോക്കുക, റിസൾട്ട് എടുത്ത് നോക്കുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും എന്താ പറയാ ഇഷ്ടമായി എന്ന് കരുതുന്നു. കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ കാര്യം കൊണ്ട് എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ എന്താ പറയാ, കുഞ്ഞു കുഞ്ഞു കാരണങ്ങളാണിത്, പക്ഷെ അത് വലിയ കാരണമായിട്ട് മാറുകയാണ്. അപ്പൊ അങ്ങനെയൊന്നും പോകാതെ, ജീവിതത്തിലെ സന്തോഷമൊന്നും നഷ്ടപ്പെടുത്താതെ ഈ കാര്യങ്ങളെയൊക്കെ പരിഹരിച്ചുകൊണ്ട് നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നതിന് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ലൈഫ് നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. അപ്പോൾ ഇതുപോലെയുള്ള മറ്റ് ഇൻഫർമേഷനുമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.